എല്ലാവർക്കും നമസ്കാരം. ഓപ്പറേഷൻസ് റിസർച്ചിലെ ലീനിയർ പ്രോഗ്രാമിംഗ് പ്രോബ്ലംസിൽ ആർട്ടിഫിഷ്യൽ വേരിയബിൾ ഉപയോഗിക്കേണ്ടി വന്നാൽ ബിഗം മെത്തേഡ് യൂസ് ചെയ്ത് ക്വസ്റ്റ്യൻസ് സോൾവ് ചെയ്യുന്ന പ്രൊസീജിയറാണ് നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ പഠിച്ചത്. ഈ വീഡിയോയിൽ ബിഗം മെത്തേഡ് യൂസ് ചെയ്ത് ഒരു ക്വസ്റ്റ്യൻ സോൾവ് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. ഇവിടെ ക്വസ്റ്റ്യൻ മിനിമൈസേഷൻ LPP ആണ്. മാത്രമല്ല തന്നിരിക്കുന്ന രണ്ട് കൺസ്ട്രെയിൻസും ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു ടൈപ്പ് ആണ്. ആദ്യത്തെ സ്റ്റെപ്പ് മിനിമൈസേഷൻ LPPയെ നെഗറ്റീവ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്ത് മാക്സിമൈസേഷൻ LPP ആക്കി മാറ്റുകയാണല്ലോ. ഇനി കൺസ്ട്രെയിൻസിനെ ചേഞ്ച് ചെയ്യണം. ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു കൺസ്ട്രെയിൻസ് ആയതുകൊണ്ട് രണ്ട് കൺസ്ട്രെയിൻസിൽ നിന്നും നമുക്ക് സർപ്ലസ് വേരിയബിളിനെ മൈനസ് ചെയ്യണം. എന്നിട്ട് ആർട്ടിഫിഷ്യൽ വേരിയബിളിനെ കൺസ്ട്രെയിൻസിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കണം. ഏതൊക്കെ കൺസ്ട്രെയിൻസിലേക്ക് ആർട്ടിഫിഷ്യൽ വേരിയബിളിനെ ആഡ് ചെയ്ത് കൊടുക്കണം? ഇവിടെ x1ന്റെ കോളം എന്തായിരിക്കും? കോഎഫിഷ്യൻസ് നോക്കിക്കഴിഞ്ഞാൽ നമുക്കറിയാം, സ്റ്റാർട്ടിംഗ് സിംപ്ലക്സ് ടേബിളിൽ x1ന്റെ കോളം 2, 3 എന്നാണ് കിട്ടുക. x2ന്റെ കോളം ആണെങ്കിൽ 5, 1 എന്നാണ് കിട്ടുക. അതായത് x1നോ x2നോ സ്റ്റാർട്ടിംഗ് സിംപ്ലക്സ് ടേബിളിൽ യൂണിറ്റ് വെക്ടേഴ്സ് ഇല്ല. സർപ്ലസിന് എന്തായാലും യൂണിറ്റ് വെക്ടേഴ്സ് സ്റ്റാർട്ടിംഗ് സിംപ്ലക്സ് ടേബിളിൽ ഉണ്ടാവില്ല എന്ന് നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ കണ്ടതാണ്. അപ്പൊ നമുക്ക് രണ്ട് കൺസ്ട്രെയിൻസ് ഉള്ളതുകൊണ്ട് 1, 0, 0, 1 യൂണിറ്റ് വെക്ടേഴ്സ് സ്റ്റാർട്ടിംഗ് സിംപ്ലക്സ് ടേബിളിലേക്ക് എന്തായാലും കൊണ്ടുവരണം. എന്നാൽ മാത്രമേ നമുക്കൊരു ഇനിഷ്യൽ ബേസിക് ഫീസിബിൾ സൊല്യൂഷൻ കിട്ടുകയുള്ളൂ എന്ന് നമ്മൾ മനസ്സിലാക്കിയതാണ്. അപ്പോൾ 1, 0 എന്ന കോളം കൊണ്ടുവരാനായിട്ട് ഫസ്റ്റ് കൺസ്ട്രെയിന്റിലേക്ക് ഒരു A1 ആർട്ടിഫിഷ്യൽ വേരിയബിളിനെയും 0, 1 കോളം കൊണ്ടുവരുന്നതിന് വേണ്ടി സെക്കൻഡ് കൺസ്ട്രെയിന്റിലേക്ക് നമുക്ക് A2 എന്ന ആർട്ടിഫിഷ്യൽ വേരിയബിളിനെയും ആഡ് ചെയ്ത് കൊടുക്കണം. ഇനി ഒബ്ജക്റ്റീവ് ഫംഗ്ഷനെ റീറൈറ്റ് ചെയ്യുമ്പോൾ സർപ്ലസ് വേരിയബിളിന്റെ കോഎഫിഷ്യന്റ് 0 ആക്കി ആഡ് ചെയ്യുകയും ആർട്ടിഫിഷ്യൽ വേരിയബിളിന്റെ കോഎഫിഷ്യൻസ് m ആക്കിയതിനു ശേഷം ഒബ്ജക്റ്റീവ് ഫംഗ്ഷനിൽ നിന്ന് സബ്ട്രാക്ട് ചെയ്യുകയാണ് വേണ്ടത്. ഫസ്റ്റ് ടേബിളിൽ കോളംസ് ഫില്ല് ചെയ്യുക. യൂണിറ്റ് വെക്ടേഴ്സ് A1നും A2നും ആണുള്ളത്. അതുകൊണ്ട് B കോളത്തിലേക്ക് A1നെയും A2നെയും എൻ്റർ ചെയ്യാം. CB കോളത്തിൽ A1ന്റെയും A2ന്റെയും ഒബ്ജക്റ്റീവ് ഫംഗ്ഷൻ Z' കോഎഫിഷ്യന്റ് ആയ -m എൻ്റർ ചെയ്യാം. ദെൻ ഒപ്റ്റിമാലിറ്റി ചെക്ക് ചെയ്യാനുള്ള കോളംസ് വരയ്ക്കുക. ZJ വാല്യൂസ് കണ്ടുപിടിക്കാൻ CB കോളം കൊണ്ട് ഓരോ കോളത്തിനെയും മൾട്ടിപ്ലൈ ചെയ്ത് ആഡ് ചെയ്യുകയാണ് വേണ്ടത്. X1 കോളത്തിന്റെ ZJ കണ്ടുപിടിക്കാൻ CBയിലെ വാല്യൂസിനെ X1 കോളത്തിലെ കറസ്പോണ്ടിങ് വാല്യൂസുമായി മൾട്ടിപ്ലൈ ചെയ്ത് ആഡ് ചെയ്യുക. -m×2 -m×3 ദാറ്റ് ഈസ് -2m -3m ദാറ്റ്സ് ഈക്വൽ ടു -5m എന്ന് കിട്ടുന്നു. ഇങ്ങനെ ഓരോ കോളത്തിലെയും ZJ വാല്യൂസ് കണ്ടുപിടിക്കുക. ഇനി ZJയിൽ നിന്ന് CJ വാല്യൂസ് സബ്ട്രാക്ട് ചെയ്ത് ΔJ വാല്യൂസ് കണ്ടുപിടിക്കാം. -5m -5 ചെയ്യുമ്പോൾ -5m +5 കിട്ടുന്നു. ഇതേപോലെ -6m -6 ചെയ്യുമ്പോൾ -6m +6ഉം m-0m അതേപോലെ തന്നെ അടുത്ത വാല്യൂവും m-0m ആയിട്ട് വരുന്നു. ദെൻ A1ന്റെ വാല്യൂ -m -m ചെയ്യുമ്പോൾ -m +m ആവുകയും വാല്യൂ 0 കിട്ടുകയും ചെയ്യുന്നു. അതേപോലെ തന്നെ A2ന്റെ ΔJയും 0 വരുന്നു. ΔJയിൽ mന്റെ കോഎഫിഷ്യന്റ് നെഗറ്റീവായി വന്നിട്ടുള്ളതുകൊണ്ട് ഒപ്റ്റിമം ആയിട്ടില്ല. നെഗറ്റീവ് ആയിട്ടുള്ള കോഎഫിഷ്യൻസിൽ -5ഉം -6ഉം ആണുള്ളത്. ഇതിൽ ഹയസ്റ്റ് നെഗറ്റീവ് -6 ആയതുകൊണ്ട് -6m +6 ആണ് ഹയസ്റ്റ് നെഗറ്റീവ് എക്സ്പ്രഷൻ. ഹയസ്റ്റ് നെഗറ്റീവ് എക്സ്പ്രഷൻ കണ്ടുപിടിക്കാനുള്ള പ്രാക്ടീസ് ക്വസ്റ്റ്യൻസ് കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ ചെയ്തതാണ്. കാണാത്തവർക്കായി ആ വീഡിയോയുടെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം. അപ്പോൾ ഇവിടെ ഇൻകമിംഗ് X2 ആണ്. കഴിഞ്ഞ വീഡിയോയിൽ മറ്റൊരു കാര്യം നമ്മൾ പറഞ്ഞിരുന്നു. ഈ ക്യാപിറ്റൽ M എങ്ങനെയാണ് ആർട്ടിഫിഷ്യൽ വേരിയബിളിനെ സിംപ്ലക്സ് ടേബിളിൽ നിന്ന് എലിമിനേറ്റ് ആവാൻ ഹെൽപ്പ് ചെയ്യുന്നതെന്ന്. അതെങ്ങനെയാണെന്ന് വെച്ചാൽ ആർട്ടിഫിഷ്യൽ വേരിയബിളിന്റെ കോഎഫിഷ്യന്റ് -m ആയിട്ടാണ് നമ്മൾ അസൈൻ ചെയ്ത് കൊടുക്കുന്നത്. അപ്പോൾ CB കോളത്തിൽ ഈ -m കടന്നു വരികയും അതുവഴി ZJ വാല്യൂസിലും -m കയറി വരുന്നു. തുടർന്ന് ΔJ വാല്യൂസ് കണ്ടുപിടിക്കുമ്പോഴും -m വരുന്നത് കൊണ്ട് എങ്ങനെയായാലും ഒപ്റ്റിമം ആവാതെ നിൽക്കുകയും ആർട്ടിഫിഷ്യൽ വേരിയബിൾ ബേസിസിൽ നിന്ന് പുറന്തള്ളപ്പെടുകയും ചെയ്യുന്നു. അങ്ങനെ ആർട്ടിഫിഷ്യൽ വേരിയബിളിന്റെ കംപ്ലീറ്റ് എക്സ്ക്ലൂഷന് വേണ്ടി ക്യാപിറ്റൽ M എന്ന ഹൈ പെനാൽറ്റി കാര്യമായി പരിശ്രമിക്കുന്നുണ്ട്. എന്നിരുന്നാലും ചില സമയങ്ങളിൽ ക്യാപിറ്റൽ M തോറ്റുപോകാറുമുണ്ട്. അതായത് -m അസൈൻ ചെയ്ത് കഴിഞ്ഞാലും ആർട്ടിഫിഷ്യൽ വേരിയബിൾസ് ബേസിസിൽ നിന്ന് പോയി എന്ന് വരില്ല. അങ്ങനെയുള്ള സാഹചര്യങ്ങൾ ചില സ്പെഷ്യൽ കേസസ് ആണ്. അവയെപ്പറ്റി വിശദമായി മറ്റൊരു വീഡിയോയിൽ പറയാം. ഇനി തീറ്റ കോളം കണ്ടുപിടിക്കുവാൻ XB കോളത്തിനെ X2 കോളം കൊണ്ട് ഡിവൈഡ് ചെയ്യുക. 1500നെ 5 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ 300ഉം
1200നെ 1 വെച്ച് ഡിവൈഡ് ചെയ്യുമ്പോൾ 1200 ലഭിക്കുന്നു. ഇതിൽ 300 ആണ് മിനിമം. 300ന് നേരെയുള്ള A1 ആണ് ഔട്ട് ഗോയിങ് വേരിയബിൾ. ആൻഡ് കീ എലമെന്റ് 5 ആണെന്ന് നമുക്ക് മനസ്സിലായി. ഇനി നമുക്ക് സെക്കൻഡ് സിംപ്ലക്സ് ടേബിൾ ഉണ്ടാക്കാം. അതിനു മുന്നേ ഒരു കാര്യം കൂടെ ശ്രദ്ധിക്കുക. A1 ബേസിസിൽ നിന്ന് പോയിട്ട് പകരം x2 വരാൻ പോവുകയാണല്ലോ. അപ്പോൾ സെക്കൻഡ് സിംപ്ലക്സ് ടേബിളിൽ A1നെ ബേസിസിൽ നിന്ന് കളയുന്നതിനോടൊപ്പം തന്നെ A1 എന്ന കോളവും സിംപ്ലക്സ് ടേബിളിൽ നിന്ന് കളയണം. കാരണം A1നെ ഒരു തരത്തിലാണ് നമ്മൾ ബേസിസിൽ നിന്ന് എലിമിനേറ്റ് ചെയ്യുന്നത്. ഇനി A1 കോളം നമ്മൾ കളഞ്ഞില്ല എങ്കിൽ ഏതെങ്കിലുമൊക്കെ സിംപ്ലക്സ് ടേബിളിൽ A1ന് ഡെൽറ്റ ജെ വാല്യൂ ഹയസ്റ്റ് നെഗറ്റീവ് കാണിക്കാനും A1 ഇൻകമിംഗ് വേരിയബിൾ ആയി ബേസിസിലേക്ക് തിരിച്ചു വരാനും സാധ്യതയുണ്ട്. ഈ ഒരു സാഹചര്യം ഉണ്ടാകാതിരിക്കാൻ വേണ്ടി ആർട്ടിഫിഷ്യൽ വേരിയബിൾസ് ബേസിസിൽ നിന്ന് പോവുകയാണെങ്കിൽ അവയുടെ കറസ്പോണ്ടിങ് കോളംസും റിമൂവ് ചെയ്യണം. സ്ലാക്ക് വേരിയബിൾസിനോ സർപ്ലസ് വേരിയബിൾസിനോ ഈ ഒരു നിയമം ബാധകമല്ല. ഇപ്പോൾ സെക്കൻഡ് സിംപ്ലക്സ് ടേബിളിൽ A1 മാറ്റി x2 ആക്കുക. അതനുസരിച്ച് CB കോളം അഡ്ജസ്റ്റ് ചെയ്യുക. A1 കോളവും കളയുക. ആർട്ടിഫിഷ്യൽ വേരിയബിൾ ആയിട്ട് ഇനി ടേബിളിൽ A2 മാത്രമാണ് ഉള്ളത്. ഇനി സാധാരണ പോലെ കീ എലമെന്റ് 5 ആയതുകൊണ്ട് ഫസ്റ്റ് റോയെ 5 കൊണ്ട് ഡിവൈഡ് ചെയ്ത് സെക്കൻഡ് ടേബിളിലെ ഫസ്റ്റ് റോയായി എഴുതുക. കീ എലമെന്റിന് താഴെയുള്ള 1നെയാണ് ഇനി നമുക്ക് 0 ആക്കേണ്ടത്. അപ്പോൾ സെക്കൻഡ് റോയിൽ നിന്നും പുതിയ ടേബിളിലെ ഫസ്റ്റ് റോ മൈനസ് ചെയ്ത് എഴുതാം. 1200 നിന്ന് 300 മൈനസ് ചെയ്യുമ്പോൾ 900. 3 മൈനസ് 2/5 ചെയ്യുമ്പോൾ 13/5. ബാക്കിയുള്ള വാല്യൂസ് കൂടെ മൈനസ് ചെയ്ത് എഴുതുക. ഇപ്പോൾ നമുക്ക് സെക്കൻഡ് സിംപ്ലക്സ് ടേബിൾ കിട്ടി. ഒപ്റ്റിമാലിറ്റി ചെക്ക് ചെയ്യാൻ ആദ്യം ZJ വാല്യൂസ് കണ്ടുപിടിക്കുക. ഡെൽറ്റ ജെ വാല്യൂസ് കണ്ടുപിടിക്കാൻ ZJ മൈനസ് CJ ചെയ്യുക. ആദ്യം -12/5 പ്ലസ് -13/5 m മൈനസ് 5 ചെയ്യുമ്പോൾ ആൻസർ 13/5 പ്ലസ് -13/5 m എന്ന് കിട്ടുന്നു. മറ്റു വാല്യൂസ് കൂടെ മൈനസ് ചെയ്തെടുക്കുക. വീണ്ടും എമ്മിന്റെ കോഎഫിഷ്യൻസ് നെഗറ്റീവ് വന്നിരിക്കുന്നതുകൊണ്ട് ഒപ്റ്റിമ ആയിട്ടില്ല. -13/5 -1/5 ആണ് നെഗറ്റീവ് കോഎഫിഷ്യൻസ് ആയിട്ട് വന്നിട്ടുള്ളത്. ഇതിൽ -13/5 ആണ് ഹയസ്റ്റ് നെഗറ്റീവ്. സോ x1 ആണ് ഇൻകമിംഗ്. നെക്സ്റ്റ് XB കോളത്തിനെ x1 കോളം കൊണ്ട് ഡിവൈഡ് ചെയ്ത് തീറ്റ കോളം കണ്ടുപിടിക്കുക. അപ്പോൾ നെക്സ്റ്റ് ഔട്ട് ഗോയിങ് വേരിയബിൾ A2 ആണെന്ന് മനസ്സിലാവുന്നു. കീ എലമെന്റ് 13/5. തേർഡ് ടേബിളിൽ B കോളത്തിൽ നിന്നും A2നെ മാറ്റി പകരം x1 ആക്കുക. അതനുസരിച്ച് CB കോളം അഡ്ജസ്റ്റ് ചെയ്യുക. നെക്സ്റ്റ് A2 കോളം സിംപ്ലക്സ് ടേബിളിൽ നിന്ന് റിമൂവ് ചെയ്ത് പുതിയ ടേബിൾ സെറ്റപ്പ് ചെയ്യുക. കീ എലമെന്റ് 13/5 ആണല്ലോ. അതുകൊണ്ട് ആ റോയിനെ 13/5 കൊണ്ട് ഡിവൈഡ് ചെയ്യുകയോ അല്ലെങ്കിൽ 5/13 വെച്ച് മൾട്ടിപ്ലൈ ചെയ്യുകയോ ചെയ്ത് പുതിയ ടേബിളിലെ സെക്കൻഡ് റോ വാല്യൂസ് കണ്ടുപിടിക്കുക. ഇനി നമുക്ക് കീ എലമെന്റിന്റെ മുകളിലുള്ള 2/5നെ 0 ആക്കാൻ വേണ്ടി പുതിയതായി കിട്ടിയ സെക്കൻഡ് റോയിനെ ആദ്യം 2/5 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തെടുക്കാം. 4500 ഡിവൈഡഡ് ബൈ 13നെ 2/5 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 1800 ഡിവൈഡഡ് ബൈ 13 എന്ന് കിട്ടുന്നു. 1നെ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 2/5 എന്നും 0നെ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 0 ആയിട്ടും 1/13നെ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 2/65 എന്നും -5/13നെ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ -2/13 എന്നും കിട്ടുന്നു. ഇനി നമുക്ക് ഈ വാല്യൂസ് ഫസ്റ്റ് റോയിൽ നിന്ന് സബ്ട്രാക്ട് ചെയ്തെടുക്കാം. 300 മൈനസ് 1800 ഡിവൈഡഡ് ബൈ 13 ചെയ്യുമ്പോൾ 2100 ഡിവൈഡഡ് ബൈ 13 എന്നും 2/5 മൈനസ് 2/5 ചെയ്യുമ്പോൾ 0യും 1 മൈനസ് 0 1 -1/5 മൈനസ് 2/65 ചെയ്യുമ്പോൾ -3/13 0 മൈനസ് -2/13 ചെയ്യുമ്പോൾ 2/13 എന്നിങ്ങനെ ഫസ്റ്റ് റോയിലെ ന്യൂ എലമെന്റ്സ് കിട്ടുന്നു. അങ്ങനെ തേർഡ് സിംപ്ലക്സ് ടേബിളും കംപ്ലീറ്റ് ആയി. ഒപ്റ്റിമാലിറ്റി ചെക്ക് ചെയ്യുമ്പോൾ ഡെൽറ്റ ജെ വാല്യൂസ് എല്ലാം പോസിറ്റീവായി കിട്ടിയിരിക്കുന്നത് കൊണ്ട് ഒപ്റ്റിമം അറ്റൈൻ ചെയ്തതായി കണക്കാക്കാം. ബി കോളവും XB കോളവും ചേർത്ത് ഇനി നമുക്ക് സൊല്യൂഷൻ എഴുതാം. x1ന്റെയും x2ന്റെയും വാല്യൂസ് ഇങ്ങനെ വരുന്നു. S1 S2 A1 A2 എന്നീ വേരിയബിൾസ് ബേസിസിൽ ഇല്ലാത്തതുകൊണ്ട് സൊല്യൂഷൻ 0 ആയിട്ടാണ് എടുക്കേണ്ടത്. ഒബ്ജക്റ്റീവ് ഫംഗ്ഷന്റെ വാല്യൂ അറിയാൻ മിനിമൈസേഷൻ പ്രോബ്ലം ആയതുകൊണ്ട് ക്വസ്റ്റ്യനിൽ തന്നിരിക്കുന്ന ഒറിജിനൽ ഒബ്ജക്റ്റീവ് ഫംഗ്ഷനിലേക്കാണ് സൊല്യൂഷൻ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യേണ്ടത്. അങ്ങനെ ഒബ്ജക്റ്റീവ് ഫംഗ്ഷന്റെ മിനിമം വാല്യൂ 2700 എന്ന് കിട്ടുന്നു. സോൾവ് ചെയ്യുന്ന രീതി എല്ലാവർക്കും മനസ്സിലായോ? വീഡിയോ യൂസ്ഫുൾ ആണെങ്കിൽ ലൈക്ക് ചെയ്യണേ. താങ്ക്